എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. ക്രിസ്മസ് ടൈമൊക്കെയാണ്. അപ്പോൾ ക്രിസ്മസിൻ്റെ ഒരു പ്രത്യേക വിഭവമായ കോട്ടയം സ്റ്റൈൽ മട്ടൺ സ്റ്റൂ ആണ് ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ മട്ടൺ ഏകദേശം ഒരു 3/4 കിലോ ഉണ്ട്. അതിനകത്ത് ദശയുള്ള ഭാഗമാണ് കൂടുതൽ, എങ്കിലും അല്പം എല്ലും നല്ലതാണ്. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും അതുപോലെ തന്നെ വീഡിയോയുടെ ഒടുവിൽ ഒരു സ്ലൈഡായിട്ടും കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുണ്ടല്ലോ, പറഞ്ഞൊരുപാട് സമയം കളയണ്ട. സ്റ്റൂവിന് നമുക്കറിയാം, നമ്മൾ മുളക് പൊടി ഇടത്തില്ല, മഞ്ഞളും ഇടത്തില്ല. പക്ഷെങ്കിൽ നമുക്ക് അതിൻ്റെ എരി അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കുരുമുളക് പൊടി കൊണ്ടാണ്. കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ ഒരു നല്ല പച്ചക്കറിവേപ്പില, അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ടാൽ ഏറ്റവും നല്ലത്. ഇഞ്ചി, കുരുമുളക്, കറിവേപ്പില, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഫ്ലേവർ. ഇച്ചിരി ഉപ്പ്. അപ്പോൾ കറിവേപ്പിലയുടെയും കുരുമുളകിൻ്റെയും ഗരം മസാലയുടെയും ഉപ്പും കൂടായിട്ട് അതിനകത്ത് അല്പം മസാലയൊക്കെ പിടിക്കും. അതടച്ചൊന്ന് മാറ്റി വയ്ക്കാം. ഞാൻ സാധാരണയായിട്ട് ഇതിനകത്ത് ഇടാറുള്ളത് ഉരുളക്കിഴങ്ങ്, പിന്നെ ഞാൻ ഇടുന്നത് ക്യാരറ്റ് ഇടും, പിന്നെ ഇച്ചിരി ബീൻസ് ഇടും. ഇതിനാണ് ഞാൻ ചെറുതായിട്ടാണ് ഇടുന്നത്. പ്രത്യേകിച്ച് ക്യാരറ്റിന് മധുരം ഉള്ളത് കൊണ്ട് നമ്മൾ ഒരുപാട് വലുതായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കടിക്കുമ്പോൾ ഒരു മധുരമല്ലേ. അപ്പോൾ ഈ കോട്ടയം സ്റ്റൈലിൽ സ്പൈസി ഫുഡ് കഴിക്കുന്നതുകൊണ്ട് നമ്മൾക്ക് ഈ മധുരത്തിനോട് വലിയ താല്പര്യമില്ല കറിക്കകത്ത്. പക്ഷേ ഉരുളക്കിഴങ്ങ് ഇച്ചിരി വലുതായിട്ട് ഇടണം, അതല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോയിട്ട് കറി അങ്ങ് തിക്കാകും. കൊഴുത്ത ചാറ് വേണം, പക്ഷെങ്കിൽ കഷ്ണം വേറെ വേറെ ഇതിനകത്ത് കിടക്കണം, എങ്കിലേ സ്റ്റൂവിൻ്റെ കറക്റ്റ് സ്റ്റൈലാവത്തുള്ളൂ. തിക്കായിട്ടുള്ളത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കഷ്ണങ്ങളെല്ലാം അതിനകത്ത് വേറെ വേറെ കിടക്കുകയും ചെയ്യണം, നന്നായിട്ട് വരും. പിന്നെ ഉരുളക്കിഴങ്ങിനൊരു ചെറിയ പ്രോസസ്സ് ചെയ്യാനുള്ളത്, ഞാൻ ഈ ഉരുളക്കിഴങ്ങ് വേറൊരു കുഞ്ഞു പാത്രത്തിനകത്തോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിലും ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് അതൊന്നിട്ട് ഇതൊന്ന് പുരട്ടി വെക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങിനകത്തെ വെള്ളമൊന്ന് പോകാനായിട്ട്. ഉരുളക്കിഴങ്ങിനകത്ത് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് പൊടിഞ്ഞു പോകത്തില്ല. അതാണ് അതിൻ്റെ കെമിസ്ട്രി. അപ്പം നമുക്ക് തീ ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ആദ്യം ചൂട് കട്ടിയുള്ളൊരു പാത്രം വയ്ക്കാം. പാത്രം ചൂടാകുന്നതിന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ചെറിയ 2 കഷ്ണം കറുവാപ്പട്ട ഇടാം, ഒരു തക്കോല പുട്ടിൽ, ഒരു 2 ഗ്രാമ്പൂ, കുരുമുളക്, പിന്നെ ഒരു 2 ബേ ലീവ്സ്. ചെറിയ തീയിൽ ഞാൻ വെക്കണമെന്ന് പറഞ്ഞതിൻ്റെ സാരം എന്താണെന്ന് വെച്ചാൽ ഇത് വലിയ തീക്കകത്ത് കരിഞ്ഞു പോകാനൊന്നും പാടില്ല. ആ ചെറിയ മണം വരുന്ന ഉടനെ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടാം, പച്ചമുളകും കൂടി ഇടാം. അപ്പോൾ ഉണ്ടല്ലോ ഉള്ളിക്ക് മധുരം വരത്തില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇടാം. ഇത് നന്നായിട്ട് വഴലണം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഡാർക്ക് ബ്രൗൺ കളർ ആക്കുന്നത് പോലെ ഈ ഉള്ളി ആക്കാൻ പാടില്ല. അപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റൂവിൻ്റെ കളർ അങ്ങ് മാറിപ്പോവും. അപ്പം ഞാനിതൊന്ന് അടച്ച് വെച്ചതാണ്, കാരണം കരിഞ്ഞു പോകാതിരിക്കാനായിട്ട്. അപ്പം നന്നായിട്ടിത് വഴന്നിട്ടുണ്ട്. വെളുത്തുള്ളി ഇടണം, പിന്നെ ഇഞ്ചിയും ഇടണം. ഇഞ്ചി വളരെ ചെറുതായിട്ട് വേണം അരിഞ്ഞിടാൻ. ചില സ്റ്റൂവിനകത്തൊക്കെ ഇങ്ങനെ വലിയ തടി പോലെ കണ്ടിച്ചിടും, അതെന്നേരം നമ്മളത് കടിക്കും. ഇഞ്ചി തീ എപ്പോഴും കുറച്ചിടും, ഒരു മീഡിയം ടു ലോ ടു മീഡിയം കേട്ടോ, അതിലിടുന്നതാണ് നല്ലത്. ഇതും വേണമെങ്കിൽ ഒന്ന് അടച്ചു വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അപ്പോൾ കരിഞ്ഞു പോകത്തില്ല. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും വഴന്നാൽ മതിയേ. ക്യാരറ്റ്, ബീൻസ്, ഈ പൊട്ടറ്റോയ്ക്കകത്ത് കഷ്ണം മാത്രം, നമ്മൾ ഉപ്പ് പുരട്ടി വെച്ചതാണിത്. ഇത് കഷ്ണം മാത്രം എടുത്തിടണം. കാര്യം എന്താണെന്ന് ഞാൻ കാണിക്കാം. ഇപ്പം ഈ വെള്ളം ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ഈ വെള്ളം മാറി കഴിയുന്നുണ്ടെങ്കിൽ തന്നെ പൊട്ടറ്റോ കുറച്ച് ദൃഢമാകും, പെട്ടെന്നത് പൊടിഞ്ഞു പോകത്തില്ല. ഇതിന് നമുക്കിതിനകത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൻ ഇടാം. അപ്പം നമുക്കറിയാം മട്ടന് നല്ലപോലെ വേവുണ്ട്. അപ്പം നിങ്ങൾക്ക് പ്രഷർ കുക്കറിൽ വേണമെങ്കിൽ ചെയ്യാം. ഇത് 2-3 വിസിൽ വന്നാൽ മതി മാക്സിമം. പക്ഷേ ഞാനിത് സ്ലോ കുക്കിംഗ് ഇങ്ങനെയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ പ്രഷർ കുക്കറിൽ വെക്കാഞ്ഞത്. നമ്മൾ അങ്ങോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഇതിനകത്തുള്ള വെള്ളം എല്ലാം ഒന്ന് നന്നായിട്ട് പുറത്തോട്ടിറങ്ങി. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ എരി നിയന്ത്രിക്കുന്ന സാധനം. നമുക്ക് നമ്മുടെ എരി അനുസരിച്ച് ഇടാം. കാരണം ഇനി ഇത് തേങ്ങാപ്പാലിനകത്തല്ലേ വേവിക്കാൻ പോകുന്നത്, അപ്പോൾ അതിന് ഇച്ചിരി എരി വേണമല്ലോ. കോട്ടയം സ്റ്റൈൽ സ്റ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങാപ്പാലിൻ്റെ ചുവയല്ല, തേങ്ങാപ്പാലിനകത്താകുമ്പോൾ തന്നെ അതിന് നല്ല എരിയും ഉപ്പും ഒക്കെ ഉണ്ടാവും. ഇനിയും ചെറിയ തീയിൽ ഇതിരുന്ന് വെന്തോട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മളൊരു ശകലം പോലും വെള്ളം ഒഴിക്കാതെ അതിനകത്തുനിന്ന് മട്ടനകത്ത് നിന്ന് ഇറങ്ങിയ വെള്ളമാണിത്. ഈ മട്ടനകത്തെ വെള്ളവും അത് ഈ മസാലയെല്ലാം കൂടെ നമ്മൾ ഇട്ടിരിക്കുന്ന വെജിറ്റബിളിനകത്ത് നന്നായിട്ട് പിടിക്കും. ഇതിന് ശേഷം മാത്രമേ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാവൂ. വെള്ളം മുഴുവൻ മട്ടനിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗത്ത് 2ാം പാൽ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഈ മട്ടൻ വേകാൻ ആയതുകൊണ്ട്, മട്ടനിൽ അല്പം വേവുണ്ടല്ലോ, ഇത് ഏകദേശം ഒരു 6 ഗ്ലാസ് 2ാം പാലുണ്ട്. ഇത് നമ്മുടെ മട്ടൻ നന്നായിട്ട് വേകണം. ഇപ്പോഴും ഞാൻ തീ കുറച്ച് തന്നെയാണ് വെച്ചിരിക്കുന്നത്. തേങ്ങാപ്പാലിനകത്ത് വേവിക്കണം, 2ാം പാല് വേവിക്കണം. പാലെല്ലാം ഒഴിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഫ്ലേവർ പോരാ. കുരുമുളക് പൊടി ഒരു 2 ടീസ്പൂണും കൂടെ ഞാൻ ഇടുകയാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് സ്പൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. വീട്ടിലുള്ളവരുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി.
എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി ആ ചെറിയ തീ തന്നെ നന്നായിട്ട് കിടന്ന് മട്ടൻ നന്നായിട്ടൊന്ന് വെന്തോളൂ. അതാക്കി ചെറിയ തീയിലിട്ട് വെച്ച് പ്ലാനായിട്ടെല്ലാം വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമ്മുടെ ഇതെല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം. എരിയൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ഒന്നാം പാൽ ഒഴിക്കാം. ഒന്നാം പാൽ ഒഴിച്ചിട്ട് നമ്മളധികം നേരം തിളപ്പിക്കണ്ട. ചാറ് വേണമെങ്കിൽ നമ്മൾ ഒന്നാം പാലാണ് ഒഴിക്കേണ്ടത്, അല്ലാതെ വെള്ളം കോരി ഒഴിച്ച് ചാറാക്കരുത്. ഒന്നാം പാൽ കൂട്ടിയെടുക്കണം. അപ്പോൾ അതിൻ്റെ കളറ് മാറി മാറി വരുന്നു. നമ്മുടെ സ്റ്റൂ റെഡിയാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് കടുക് വറുത്തിടണം. ഒന്നാവി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. കൊഴുപ്പിന് വേണ്ടിയിട്ട് ചിലർ മൈദ കലക്കി ചേർക്കും, കോൺഫ്ലവർ കലക്കി ചേർക്കും, ചിലർ കാഷ്യൂനട്ട് ഇത് ചെയ്ത് ചേർക്കും. ഞാൻ തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ തന്നെയാണ് ചേർത്ത് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ നാച്ചുറൽ ഫ്ലേവർ കിട്ടുകയും ചെയ്യും. നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. ഇതിപ്പം ആവി വരുന്നുണ്ട്. ഞാൻ അന്നേരം ഇതങ്ങ് ഓഫ് ചെയ്യാം. നമുക്ക് കടുക് വറുത്തിടാം. കടുക് വറുക്കാനായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുന്നുണ്ടെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ പെരുംജീരകം ഇടാം. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ കടുക് ഇടാം. അത് പൊട്ടാൻ തുടങ്ങുന്ന ഉടനെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ഇടാം. നന്നായിട്ടത് മൂക്കട്ടെ. അത് ഓൾമോസ്റ്റ് മൂത്ത് വരുന്ന ഉടനെ നമുക്ക് കറിവേപ്പില ഇടാം. പിന്നെ 2 പച്ചമുളക് ഇടാം. ആദ്യമേ കറിവേപ്പില ഇട്ട് ഫുള്ളങ്ങ് കരിച്ച് കളയണ്ടാവും. ഇനി ഇതിൻ്റെ തീ അങ്ങ് ഓഫ് ചെയ്താൽ മതി. അത് അതിനകത്ത് തന്നെ കിടന്നത് നന്നായിട്ട് മൂത്തോളും, കരിഞ്ഞു പോകാതെ. ഇനി നമ്മൾ കടുക് വറുത്തത് അതിനകത്തേക്ക് ഇടാം. അതോടെ നമ്മൾ മട്ടൻ സ്റ്റൂവിൻ്റെ പരിപാടി കഴിഞ്ഞു. എണ്ണ കുറച്ചായതുകൊണ്ടാണ് ആ എന്നുള്ള ശബ്ദം കേൾക്കാത്തത് കേട്ടോ. ഹെൽത്ത് അല്ലേ പ്രധാനം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 4 മണിക്കൂർ കൊണ്ട് നല്ല തേങ്ങയൊക്കെ അരച്ച് എളുപ്പത്തിലൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുകൂടി അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഇതിനോടൊപ്പം ചേർത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മുടെ മട്ടൻ സ്റ്റൂ റെഡിയാണ്. നിങ്ങളിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.